മാസം 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതാ. 2-3 മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി നാൾ കൊണ്ടേ ഇരിക്കുക. ഒരു മനുഷ്യർ വന്ന് വാങ്ങിക്കുന്നത്, പിന്നെ വരുന്നവർ പറയുന്നത് പ്രൈസ് അടിക്കുന്നില്ല. എന്തിനാ പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നതാ ചോദിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അതിനുശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി. വീട് ജപ്തിയാണ് ഈ മാസം 30-ാം തീയതി. വിചാരിച്ച് 29-ാം തീയതി 30-ാം തീയതി ജപ്തിയായി. 29-ാം തീയതി എന്തെങ്കിലും വിഷം വാങ്ങിച്ച് 4 പേരും കൂടെ കഴിച്ച് ആ റൂമിനകത്ത് കിടന്നങ്ങ് മരിക്കാവുന്നു. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. അത്ര സുഖകരമായ ഒരു സംഭവമാണ് നമ്മൾ കേട്ടത്. ഈ ചെറിയ മീനുകളുടെ ഇടയിലുള്ള വലിയ മീനുകൾ രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ചെറിയ മീൻ എന്നൊക്കെ പറയുന്നത് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ, അതേപോലെ ഹൗസ് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ ഈ 2 ദിവസത്തെ ചർച്ചയുടെ ഫോക്കസ്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറുനാടൻ മലയാളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വോയിസ് ക്ലിപ്പാണ്. ആ വോയിസ് ക്ലിപ്പിന്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പൂർണ്ണമായ ഭാഗം കേൾപ്പിക്കാം. ഇത് ബോച്ചേട്ടി എന്ന് പറയുന്ന ഒരു സംരംഭത്തോട് ബന്ധപ്പെട്ടാണ്. ബോച്ചേട്ടിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബോച്ചേട്ടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതിന്റെ സ്വാദ് കൊണ്ടാണെന്ന് ഒരിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ വളരെ റിസർച്ചൊക്കെ നടത്തി കണ്ടുപിടിച്ച ഒരു കോമ്പിനേഷൻ ആണെന്ന് ബോച്ച അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഉപയോഗിച്ചവരാരും അങ്ങനെ അവകാശപ്പെട്ടെങ്കിലും കണ്ടിട്ടില്ല. പക്ഷെ ഈ ബോച്ചേട്ടിക്ക് പ്രാധാന്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഓഫർ ചെയ്യുന്ന സമ്മാനമാണ്. 100 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ ഉള്ള സമ്മാനത്തിന് ദിവസേന നറുക്കെടുപ്പ് നടത്തുന്നു, ദിവസേന വിജയികൾ ഉണ്ടാവുന്നു. അതല്ലാതെ ഒരു ഫാൻസി എമൗണ്ട് 25 കോടി രൂപ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ വിന്നർ. പക്ഷെ ഇതുവരെയും ആ വിന്നർ ഇതുവരെ നടന്നിട്ടില്ല. ദിവസേന നടന്ന ലോട്ടറി ഇപ്പോൾ ആഴ്ചയിലൊരിക്കലായി, പിന്നെ മാസത്തിലൊരിക്കലും ഇപ്പോൾ നടക്കുന്നുണ്ടോ പോലും എന്നറിയാത്ത സാഹചര്യത്തിലാണ്. ഇതിനിടയിൽ ബോച്ചേട്ടിയുടെ പിന്നാലെ അടുത്തൊരു സംഭവം കയറി വന്നിരിക്കുകയാണ്. ബോച്ചേട്ടി എന്ന വൻമരം വീണതുകൊണ്ടാണോ എന്നറിയില്ല, പുതിയതായിട്ട് ബ്രഹ്മി ടീ എന്ന് പറയുന്നൊരു സംഭവമായിട്ട് ബോച്ച വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ആ വോയിസ് ക്ലിപ്പ് മുഴുവനായിട്ട് കേട്ട് നോക്കാം. ഞങ്ങൾക്ക് മാസം 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതാ. 2-3 മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒത്തിരി നാൾ കൊണ്ടേ ഇരിക്കുക. ഒരു മനുഷ്യർ വന്ന് വാങ്ങിക്കുന്നത്, പിന്നെ വരുന്നവർ പറയുന്നത് പ്രൈസ് അടിക്കുന്നില്ല. എന്തിനാ പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നതാ ചോദിക്കുന്നത്. അവര് കൂപ്പൺ പ്രൈസ് അടിക്കുമെന്നോ അവർക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവർ തൈലേന്നും പറഞ്ഞോണ്ട് ഓടി ഇവിടെ വരുന്നത്. അവിടെ കൊണ്ട് ചെന്നിട്ട് ഇവർ സ്കാൻ ചെയ്യുമ്പോൾ പറയും 1 രൂപ ഞങ്ങൾക്ക് വന്നിട്ടില്ല, 100 രൂപ പോലും ഞങ്ങൾക്ക് അടിച്ചിട്ടില്ല. ഞങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നത്, ഞങ്ങൾക്ക് നഷ്ടമാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. അതിന്റെ കൂടെ ഈ വീടും ജപ്തിയായി. 30-ാം തീയതി ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കും. ലോകം മൊത്തം എല്ലാരും കരുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. എന്താണെന്നാണ്. സാർ ഒരു 3 ലക്ഷം രൂപ എന്റെ കുഞ്ഞിന് വിവാഹത്തിന് വേണ്ടി തന്ന് 3 ലക്ഷം രൂപയിൽ ഒതുങ്ങിയില്ലായിരുന്നു. പിന്നെ 3 ലക്ഷം രൂപ കൂടെ കടമെടുത്താണ് ഞങ്ങള് കുഞ്ഞിന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി പോയത്. അതിനുശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി. വീട് ജപ്തിയാണ് ഈ മാസം 30-ാം തീയതി. വിചാരിച്ച് 29-ാം തീയതി 30-ാം തീയതി ജപ്തിയായി. 29-ാം തീയതി എന്തെങ്കിലും വിഷം വാങ്ങിച്ച് 4 പേരും കൂടെ കഴിച്ച് ആ റൂമിനകത്ത് കിടന്നങ്ങ് മരിക്കാവുന്നു. എല്ലാരും വരുമ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് ഇല്ല. പ്രൈസ് ഇല്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് വാങ്ങിച്ചോണ്ട് പോകുന്നത്. ആർക്കും പ്രൈസ് അടിക്കുന്നില്ല. തുടക്കത്തിൽ 100, 200, 300 വെച്ച് എല്ലാവർക്കും അടിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ വെറുതെ ഇത് കൊണ്ടുപോയി, ഞങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടുപോയിട്ടല്ലോ കൊണ്ടുപോകുന്നത്. അവര് സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഒന്നും കിട്ടത്തില്ല. ഒന്നും അറിയാൻ വയ്യ. നറുക്കെടുപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. അതുകൊണ്ട് തേയിലയെ പഠിക്കാൻ ആരും കഴിവതുമില്ല. നേരത്തെ പറഞ്ഞ ബോച്ചേട്ടി ആൾക്കാർ മേടിക്കാനുള്ള കാരണം ആ ചായയുടെ പ്രത്യേകത കൊണ്ടല്ല, ലഭിക്കുന്ന സമ്മാനത്തിന് പിറകെ പോലാണ്. ബോച്ചയ്ക്കും അതറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു വന്ന, അല്ലെങ്കിൽ അതേ രീതിയിൽ മനസ്സിലാക്കി വന്ന രീതിയിലല്ല. ബോച്ചയ്ക്കും അറിയാം കേരളത്തിലെ ഒരു ബിസിനസ് സാധ്യത. ചെറിയ തുകയിട്ട് വലിയ തുകയിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പിന്നാലെ വരും. കേരള ലോട്ടറി മുതൽ ഈ നടക്കുന്ന ഹൗസ് ലോട്ടറി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഭാഗ്യ പരീക്ഷണത്തിന് വളരെയധികം തയ്യാറുള്ള ഒരു ജനതയാണ് നമ്മളുടെ ജനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോച്ചയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് എന്തൊരു പ്രശ്നമില്ല. കാരണം ബോച്ച ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നില്ല. ഈ ടീ വിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കൊടുക്കുന്നു. ആ കൂപ്പണാണ് പിന്നീട് സമ്മാനത്തിന് അർഹമായിട്ട് വരുന്നത്. അതുകൊണ്ട് ബോച്ചയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നേരിട്ട് ലോട്ടറി നടത്തുന്ന പ്രശ്നമില്ല. പക്ഷെ ഇൻഡയറക്റ്റ്ലി നടത്തുന്നത് ഒരു ലോട്ടറി തന്നെയാണ്. കാരണം ആളുകൾ ചായ കുടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല. അതിനകത്ത് ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുമെന്ന് കരുതിയാലേ ഞങ്ങളിത് വാങ്ങിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മേടിക്കുന്നതല്ല, സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടി വാങ്ങിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ കുടുംബം കൊല്ലത്തുള്ള ഒരു കുടുംബമാണ്.
അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു, മകളെ കെട്ടിച്ചുവിടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോച്ച ഒരു രക്ഷകനായിട്ട് അവിടെ അവതരിക്കുന്നു, 3 ലക്ഷം രൂപ കൊടുക്കുന്നു. അത് വീഡിയോ എടുത്ത് പുറത്തു വിട്ടെന്നാണ്, ഞാൻ ആ വീഡിയോ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല, പക്ഷെ ആ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടെന്നാണ് മറുനാടൻ മലയാളി ആ വാർത്തയിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് ചാരിറ്റിയാണ്, റീച്ച് കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആളുകൾ പറയുമോ ചാരിറ്റി ചെയ്യുന്നത് കുറ്റമാണോ, അല്ലെങ്കിൽ ബോച്ച എന്തൊക്കെ ചെയ്താലും എന്താ കുറേ ആളുകളെ സഹായിക്കുന്നില്ലെന്ന് ചോദിക്കും. ശരിയാണ് കേട്ടോ, കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട്, അത് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ചാരിറ്റി ചെയ്യുന്നവർക്കും ചാരിറ്റി ചെയ്യാത്തവർക്കും ഒരേ നിയമ സംവിധാനം തന്നെയാണ് ഉള്ളത്. അല്ലാതെ ചാരിറ്റി ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക സംവിധാനം, ചാരിറ്റി ചെയ്യാത്തവർക്ക് ഒരു പ്രത്യേക നിയമം, അങ്ങനെയൊന്നുമില്ല. ചാരിറ്റി ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ലൈസൻസുമല്ല. ഇനി ഇവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ ആ വീഡിയോയിൽ പറഞ്ഞു ചായപ്പൊടി എന്തൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവർക്ക് ഒരു ഔട്ട്ലെറ്റ് ഇട്ട് കൊടുത്തു, 2 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവരൊരു സാമ്പത്തിക പ്രതിസന്ധി പോയിരുന്നു, 3 ലക്ഷം കൊടുത്തു. അതുകൂടാതെ 3 ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടത്തിയെന്നാണ് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു വീടായിരിക്കും പണയം വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് വീട് ജപ്തിയിലാണ് എന്ന് പറയുന്നത്. 2 ലക്ഷം രൂപ വരുമാനം വരും എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താ, ഒരു 2 മാസം കൊണ്ട് വരുന്ന വരുമാനം വെച്ച്, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് വരുന്ന വരുമാനം വെച്ച് ഈ ലോൺ അടച്ചു തീർക്കാൻ ഇവർ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. ബോച്ചെ ഈ വീഡിയോ എടുത്തിട്ട് പോയി, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ട റീച്ച് കിട്ടി, അല്ലെങ്കിൽ ഇയാളുടെ ടീക്ക് വേണ്ട രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്പേസ് കിട്ടി. പക്ഷേ കുടുംബത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. അവരിപ്പോൾ ജപ്തിയുടെ ഭീഷണിയിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇതിനെ നമ്മൾക്ക് ചാരിറ്റി എന്ന് പറയാൻ കഴിയില്ല. കാരണം മാർക്കറ്റിങ്ങിന് വേണ്ടി ചാരിറ്റി ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വേറെ എന്തും കാണിച്ചു കൂട്ടാം എന്നുള്ള ഒരു ലൈസൻസ് ആർക്കും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നത് കൊണ്ട് ഈ രാജ്യത്തൊരു പ്രത്യേക നിയമമല്ല ചാരിറ്റി ചെയ്യുന്നവർക്കുള്ളത്. എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. ഇനി ഇപ്പം ഈ ബോച്ചേട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ബോച്ചേട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഏറ്റവും അവസാനം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നറുക്കെടുപ്പ് നടക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഷാജൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഒരു ദിവസം 11,164 സമ്മാനം കൊടുക്കുന്നു പറഞ്ഞു. ഒരു ദിവസം എല്ലാ ദിവസവും നറുക്കെടുപ്പ് 11,164 പേർക്ക് സമ്മാനം കിട്ടും. 100 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും സമ്മാനം. ഇത് കുറച്ച് പേർക്കൊക്കെ സമ്മാനം കൊടുത്തു. തുടക്കത്തിൽ 10 ലക്ഷം എല്ലാവർക്കും ഓരോ ദിവസം കൊടുത്തു. ഇവരുടെ വീഡിയോകളൊക്കെ ഇട്ട് ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. എന്നാൽ അന്നും ഇന്നും വ്യക്തമല്ല എത്ര പേർക്ക് കൊടുത്തു. ഈ 11,164 പേർക്കും കൊടുത്തോ വ്യക്തമല്ല, അത് കൊടുത്തിട്ടില്ല എന്ന് തെളിവുകളുണ്ട്. എന്ന് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് 25 കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് വരുന്നതാണ്. ഗണപതി കല്യാണം പോലാണ് എന്ന് നറുക്കെടുക്കുന്നു പറഞ്ഞില്ല. എന്നാൽ 25 കോടിയുടെ ബമ്പർ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ ആളുകളെല്ലാം വാരിക്കൂട്ടി. 25 കോടി ചെറിയ കാര്യമാണോ? ഭാഗ്യപരീക്ഷണമാണ്. 10 ലക്ഷം കിട്ടും, 11,164 സമ്മാനം കിട്ടും. എല്ലാം ഉടായ്പായിരുന്നു. ഡെയിലി നറുക്കെടുപ്പ് പിന്നീട് നിർത്തി. ആര് പറഞ്ഞില്ല? ഡെയിലി നറുക്കെടുപ്പ് ആഴ്ചയിൽ ഒന്നാക്കി, 2 ആഴ്ചയിൽ ഒന്നാക്കി, മാസത്തിൽ ഒന്നാക്കി. ഇതിന്റെ വാർത്തകൾ വന്നത് കൊടുത്തോണ്ടിരിക്കും. അതങ്ങ് അവസാനിച്ചു. പിന്നീട് ഇതിൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതോടുകൂടി നറുക്കെടുപ്പേ നിന്നു. ഈ 25 കോടി എവിടെ? 25 കൊടുത്തോ? അതൊരു ചോദ്യമായിട്ട് നിൽക്കല്. ഇപ്പം എത്ര നാളായി ഈ സംഭവം നടക്കുന്നു? ഒരു ലോട്ടറിക്ക് ഒരു ഡ്രോ ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഏത് ലോട്ടറി ആയാലും, ഇപ്പോൾ ഹൗസ് ലോട്ടറി ആണെങ്കിൽ അവരൊരു ഡേറ്റ് പറഞ്ഞു, പിന്നീട് അത് മാറ്റിയെങ്കിലും ഒരു ഡേറ്റ് അവർ പറയുന്നുണ്ട്. ഈ 25 കോടിയുടെ നറുക്കെടുപ്പ് എന്ന് നടക്കുമെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ എല്ലാ കാലത്തോളം ഇത് ഓടിക്കുക. ആളുകൾ ഭാഗ്യപരീക്ഷ നേരത്തെ പറഞ്ഞാൽ ഭാഗ്യപരീക്ഷ തയ്യാറായിട്ടുള്ള ഒരു ആൾക്കൂട്ട് ഇവിടെയുണ്ട്. അവർ നിരന്തരം ഒരു കാര്യമില്ലാതെ ഈ തേയില മേടിക്കുകയാണേ, ചായ കുടിക്കാൻ വേണ്ടിയല്ല, സമ്മാനം കിട്ടുന്ന പ്രതീക്ഷയിൽ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും 25 കോടി രൂപയ്ക്ക് വേണ്ട നറുക്കെടുപ്പ് ഇതുവരെ നടക്കുന്നുമില്ല. ഇതിങ്ങനെ നാളെ നീള ഗണപതി കല്യാണം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6-7 മാസം മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂറിനെ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ തിരിച്ചും അങ്ങ് ഷാജനുമായിട്ട് രണ്ടുപേരും വെല്ലുവിളി നടത്തുകയുണ്ടായി. ഒരു പ്രാവശ്യം ഇയാൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നു, ബോബി ചെമ്മണ്ണൂർ അതിന് മറുപടി പറയുന്നു. പിന്നീട് ചാനലിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ചാനലിലേക്ക് ഇയാളെ ക്ഷണിക്കുന്നു. ഇവർ പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം, ലൈവ് ടെലികാസ്റ്റ് നടത്താം, റെക്കോർഡഡ് ആകണ്ടെന്ന് പറയുന്നു. അപ്പോൾ മറ്റേയാൾ പറയുന്നു നിങ്ങൾ വീട്ടുകാരെ കൊണ്ട് തിരുത്തുമെന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംഭവം നടത്തിയില്ല. അതിൽ തന്നെ എന്തൊക്കെ ഉടായിപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഇത് വളരെ ക്ലീനായിട്ട് നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിസിനസ് ആയിരിക്കാം, പക്ഷേ പൊതുജനങ്ങൾ ഉൾപ്പെട്ട് കഴിയുന്നൊരു കാര്യമാകുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അക്കൗണ്ട്സ് വെക്കേണ്ട ഒരു ധാർമ്മികത ബോബി ചെമ്മണ്ണൂറുണ്ട്. അതിപ്പം മറുനാടന് കൊണ്ടേ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വിശ്വസ്തമായ രീതിയിൽ ഒരു വൺ സൈഡ് സ്വന്തം ചാനലെന്ന് പറയാതെ വിശ്വസ്തമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു സംവിധാനത്തിന് മുന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ബോബി ചെമ്മണ്ണൂറിന് ധാർമ്മികതയുണ്ട്. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ കോമഡി, ബോബി ചെമ്മണ്ണൂറിന്റെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന് പിന്നാലെ പുള്ളി പുതിയൊരു കാര്യം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബ്രഹ്മി ടീ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു ബ്രോഷർ ഇങ്ങനെ പറയുന്നു: സ്ക്രാച്ച് ആൻഡ് വിൻ, ദിവസേന ചുരണ്ടി നേടാം ഉടൻ പണം, ബോച്ചെ ബ്രഹ്മി ടീ എന്നിട്ട് എഴുതിയിരിക്കുന്നു: എന്റെ ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും രഹസ്യം,
scratch daily and get daily thousands of cash prizes. Flats, cars, two-wheelers, iPhones, bottle of beverages from Boche Pub, cash voucher of Bobby Chamanur International Jewelers, along with the tea sachets and thousands of cash prizes. അതായത് ഇനി ബോബി ചമ്മണ്ണൂർ ബ്രഹ്മി ടീ വാങ്ങുക, ഈ ബ്രഹ്മി ടീ വാങ്ങിയാൽ ഫ്ലാറ്റ് കിട്ടും, കാർ കിട്ടും, ഐഫോൺ കിട്ടും, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നു ഈ സോഫ്റ്റ് ലോഞ്ചിങ് ഇന്നാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബോച്ചെ ടീ അതിന്റെ സമ്മാനം ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒന്നാം സമ്മാനം, ഇടയ്ക്കുള്ള കുറച്ച് സമ്മാനങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നതിന്റെ വീഡിയോസും അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ് വാർത്തകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അതേപോലെ അത് പറയുന്നുള്ളൂ 100 രൂപ 200 300 ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ഫൈനൽ വിന്നറെ ഇതുവരെ പ്രഖ്യാപിക്കാതെ എന്തുകൊണ്ടാണ് ബ്രഹ്മി ടീയുടെ പിന്നാലെ പോകുന്നത്? ബ്രഹ്മി ടീ എന്നല്ലേ പറഞ്ഞത് ആണ് തോന്നുന്നു. അപ്പം നമ്മൾ പണ്ടോടെ കേട്ടിട്ടുള്ളതാണ്, ഈ ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഒക്കെ സന്തോഷ് ബ്രഹ്മി എന്നൊക്കെ പരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ബ്രഹ്മി ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്, നാട്ടിലെ ഏറ്റവും വിൽപ്പന സാധ്യതയുള്ള പരിപാടിയാണ്. ഇത്തിരി ആയുർവേദം, ഇത്തിരി ട്രഡീഷനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നാലെ ഓടിക്കോളും. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഇത്തിരി എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലുമൊക്കെ കലക്കി ചേർത്തൊന്ന് പറഞ്ഞാൽ മതി, പിന്നാലെ ഓടിക്കോളും. അതൊരു സാധ്യത. രണ്ടാമത്തേത് ഇതിൻ്റെ ഒപ്പിട്ടിരിക്കുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ പരിപാടി. ഫ്ലാറ്റ്, കാറ്, വണ്ടി, സ്വർണ്ണ നാണയം, എന്തിനാ കുപ്പി അടക്കം ഇതിൻ്റെ ഒപ്പം ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ കുപ്പിയിട്ടുള്ളൊരു സാധ്യതയാണെന്ന് വിചാരിച്ച് ഓടിക്കൂടാൻ സാധ്യതയുള്ള ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ കൂടി അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ്. എൻ്റെ മോനെ എമ്മാതിരി മാർക്കറ്റിംഗ് ആണെന്ന് നോക്കി. അതെ, ഒരാൾക്കാരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല, അയാൾക്ക് ഏത് രീതിയും സ്വീകരിക്കാം. പക്ഷേ ഇതിന് പിന്നിലൊരു ചൂഷണം നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആളുകൾ ആവശ്യത്തിന് മേടിക്കുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, ആവശ്യത്തിന് വേണ്ടി മേടിക്കുന്നതിൻ്റെ കൂടെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ആളുകൾ എൻ്റെ പിന്നാലെ പോകുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ആളുകൾ പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇത് മേടിക്കുന്നത്. ഇപ്പോൾ ഈ സ്ക്രാച്ച് ആൻഡ് വിൻ വരുന്നതോടെ കുറേ ആൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ബ്രഹ്മി ടീ എന്ന് പറയുന്ന ഒരു ടീ വിറ്റിട്ട് കാശുണ്ടാക്കലല്ല ഇതിന് പിന്നിൽ ഉദ്ദേശം. അത് നമ്മൾക്ക് പച്ചവെള്ളം പോലെ ബോച്ചെ ടീയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ പിന്നാലെ കുടുങ്ങാൻ പോകുന്നത് നേരത്തെ കണ്ട കൊല്ലം ഫാമിലി പോലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അവരും ഇതേമാരെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യും. നാളെ ഞങ്ങൾ പണക്കാരാകുമെന്ന പ്രതീക്ഷയോടെ അവർ സ്റ്റാർട്ട് ചെയ്യും. ദിവസം മാസം 2 ലക്ഷം രൂപ വരുമാനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും ജീവിതത്തെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ നെയ്യും. ഇത് വാങ്ങുന്നവരും കുറേ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഇതിനകത്ത് നമ്മുടെ കേരള ലോട്ടറിയൊക്കെ പോലെ തന്നെ അവസ്ഥയാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പണക്കാരാവുന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ആളുകളെ അവരെ വലിച്ചിടാനും അത് ഒപ്പം ഇപ്പോൾ ഒരു കുപ്പിയൂടെ കിട്ടുന്നുള്ള സാധ്യതയോട് വെച്ചതിന് സ്ഥിതിക്ക് വേറൊരു മാസിനയുടെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം ഒന്ന് ഇടപെട്ട് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിങ്ങനെ ഒരു അൺഓഡിറ്റഡ് ആയിട്ട് പോകുന്നത് ഒരു ശരിയായിട്ടുള്ള ട്രെൻഡല്ല. കാര്യം ശരി, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ബോച്ചെ ഈ കാര്യം ചെയ്യുന്നത്. പക്ഷേ വലിയൊരു വിഭാഗം ജനങ്ങളെ ഇൻഡയറക്ട്ലി ചൂതാട്ടക്കാരായി മാറ്റുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മേലൊരു നിയന്ത്രണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.